എന്നാൽ ഞാൻ വരട്ടെ. എപ്പോഴും വരണം. ഇത് വിനോദിന്റെ സ്വന്തം വീടാണെന്ന് കരുതിയാൽ മതി. ഞാൻ അടുത്ത ആഴ്ച വരാം. ബിന്ദു എവിടെ? ബിന്ദു, 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 വിനോദ് പോവുകയാണ്. ബിന്ദു, ഞാൻ പോട്ടെ. ഞാൻ വരട്ടെ. മകന്റെ പേരെന്താണ്? സുഖു. വയസ്സ്? 25. എത്ര കാലമായി അസുഖം തുടങ്ങിയിട്ട്? ഏതാണ്ട് 3 വർഷത്തോളമായി. സുഖവും ആ പെൺകുട്ടിയും തമ്മിൽ പ്രേമത്തിലായിട്ട് എത്ര കാലമായി? 1 വർഷമേ ഇവൻ കോളേജിൽ പോയുള്ളൂ. അവളുടെ വിവാഹം കഴിഞ്ഞ ഉടനെ അവൻ അസുഖവും തുടങ്ങി. കഷ്ടിച്ച് 1 വർഷത്തെ അടുപ്പം, അത്രയേ ഉള്ളൂ. രണ്ടുപേരും ഒരേ ക്ലാസ്സിലായിരുന്നു? അതെ. സുഖോ, എന്താ തിരയുന്നത്? എൻ്റെ ഹൃദയം. കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ ഞാനത് സൗമിനെ ഏൽപ്പിച്ചു. അവളത് സൂക്ഷിച്ചില്ല, എവിടെയോ വലിച്ചെറിഞ്ഞിട്ട് പോയി. എത്ര നാളായി ഞാൻ എൻ്റെ ഹൃദയം തിരഞ്ഞ് നടക്കുന്നു. ഇവിടെ എവിടെയെങ്കിലും സുഖു, എൻ്റെ മോളാണ്, ഡോക്ടർ രാജി. ചെല്ലുമോളെ. എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച സൗമിനെ അറിയാവോ? ഇല്ല. അവളെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ എൻ്റെ ഹൃദയം എവിടെയാണ് വലിച്ചെറിഞ്ഞ് കളഞ്ഞതെന്ന് ചോദിക്കണം കേട്ടോ. ആരുടെയെങ്കിലും ഹൃദയം വാങ്ങി വെച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് വലിച്ചെറിഞ്ഞ് കളയരുത് കേട്ടോ. ആ, ചേട്ടൻ പുറത്തേക്ക് വരുന്നെങ്കിൽ വരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഞാൻ എങ്ങും പോകുന്നില്ല. രമേഷ്, പാസ്പോർട്ടിന്റെ കാര്യം എന്തായി? ഒരാഴ്ചക്കങ്ങ് ശരിയാക്കാം. അത് ഉടനെ ശരിപ്പെടുത്തണം. ശരി. മകനെ പുറത്തേക്ക് എവിടേക്കെങ്കിലും അയക്കുന്നുണ്ടോ? അതെ, ബിസിനസ് മാനേജ്മെന്റ് കോഴ്സ് പഠിപ്പിക്കാൻ വേണ്ടി അമേരിക്കയിലേക്ക് അയക്കുന്നു. അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ലേ? വരുന്നുണ്ട്. നീ രാജശേഖരന് ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് പോകുന്ന വഴി ഇതിലെ വാ. മിസ്റ്റർ മേനോൻ, നിങ്ങൾ മകനെ കൂട്ടിക്കൊണ്ടുപോയിക്കൊള്ളൂ. 10 മണിക്ക് ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി. ശരി. വാങ്ങ. ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ അച്ഛാ. നമുക്ക് വേറെ എവിടെയെങ്കിലും അന്വേഷിക്കാം. നീ വാ. ചുരുട്ട് വലിക്കണമെന്ന് പറഞ്ഞാൽ കേക്കില്ല അല്ലേ? നീ ചായ അവിടെ വെച്ചിട്ട് പോ. ഇന്നലെയും കൂടെ രാജി പറഞ്ഞു ചുരുട്ട് വലിക്കാൻ സമ്മതിക്കരുതെന്ന്. ഞാൻ ചുരുട്ട് വലിക്കാറില്ല. പിന്നെ പുട്ടുകുറ്റി പോലും ചുണ്ടത്തിരുന്ന് പോയെന്നോ? ഇത് ചുരുട്ട്. ഞാൻ ചുരുട്ട് വലിക്കാറില്ല എന്ന് പറഞ്ഞത് പണ്ടത്തെ പോലെ ഞാൻ വലിക്കാറുണ്ടോ? ഉണ്ടോ? രാജി ഇന്നിങ്ങ് വരട്ടെ, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു കൊടുക്കും. ശാരദാമ്മേ, നീ എന്നെ അങ്ങനെ പേടിപ്പിക്കൊന്നും വേണ്ട. വേണമെങ്കിൽ ഒരു പെട്ടി ചുരുട്ട് രാജിയുടെ മുമ്പിലിരുന്ന് ഞാൻ വലിക്കും. വലിച്ചോ എന്നിട്ട് നെഞ്ചുവേദനയാണ് ഇതാണെന്നും പറഞ്ഞ് ഡോക്ടർ മരുന്നുമായിട്ട് കഴിഞ്ഞു. എനിക്കെന്താ? നീ ഇങ്ങനത്തെ വർത്തമാനം പറയുന്നതുകൊണ്ടാണ് ഇല്ലാത്ത നെഞ്ചുവേദന എനിക്ക് വരുന്നത്. എടി, ഞാൻ ചുരുട്ട് വലിക്കുന്നത് കണ്ടാൽ എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറയണം, നാഥാ അങ്ങ് ചുരുട്ട് വലിക്കരുതേ. അതാണ് ഈ സ്നേഹമുള്ള ഭാര്യ ചെയ്യുന്നത്. എന്നാലേ എനിക്ക് സ്നേഹമില്ലെന്ന് കരുതിയാ മതി. ചായ വേണേ കുടിക്കും. ശാരദാമ്മേ, എനിക്കറിയാം നിന്റെ ജീവന്റെ ജീവനാണ് ഞാനെന്ന്. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് മോളെ. വാ 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 വാ.
എങ്ങനെ അങ്കിൾ? രാത്രി നെഞ്ചുവേദന ഉണ്ടായോ? ഇല്ല നെഞ്ചുവേദന ഒന്നുമില്ലായിരുന്നു. ചായ അങ്കിളിനാണോ? മോള് കുടിച്ചോ എനിക്ക് വേണ്ട. എന്റെ ചായ എവിടെ അങ്കിൾ? അത് നീ കുടിച്ചു. ഞാൻ കുടിച്ചില്ല. ഇല്ല ഞാൻ തന്നെ കുടിച്ചു. അങ്കിള് ടാബ്ലറ്റ് കഴിക്കാറുണ്ടോ? കഴിച്ചു. കള്ളവാ മോളെ, കഴിച്ചില്ല. അങ്കിളൊരു ടാബ്ലറ്റ് കഴിച്ചില്ലെങ്കിൽ അമ്മ നിർബന്ധിച്ചു കൊടുപ്പിക്കണം. ഓ, നിർബന്ധിക്കാത്ത കുറ്റമേ ഉള്ളൂ. കുഞ്ഞിന്റെ കാര്യം ചെയ്യും, ആ സിറിഞ്ച് ഇവിടെ വെച്ചിട്ട് പോകും. ടാബ്ലറ്റ് പൊടിച്ച് കലക്കി വെള്ളത്തിലാക്കി അങ്കിൾ ഉറങ്ങുമ്പോ വയറ്റിൽ കുത്തിവെക്കാം. കഴിക്കും. ഇനി നീ വരുമ്പോ ടാബ്ലറ്റ് കൊടുത്താൽ മതി കേട്ടോ. അങ്കിൾ, എണ്ണ നെയ്യ് ഉപയോഗിക്കരുത്. നെയ്യ് ആരെങ്കിലും തലയിൽ തേക്കോ മോളെ? തലയിൽ തേക്കുന്നതല്ല, ഭക്ഷണത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. അതെ, മീൻ വറുത്തത് കഴിക്കാവോ? പാടില്ല. ഇറച്ചി വറുത്തതോ? അതും പാടില്ല. മുട്ട? ഒന്നും കഴിക്കരുത്. കുറെ നാളത്തേക്ക് ഇറച്ചിയും മീനും മുട്ടയും ഒന്നും കഴിക്കണ്ട. പച്ചക്കറി മാത്രം വേവിച്ച് കഴിച്ചാൽ മതി. അമ്മേ, വിനോദ് ഓഫീസിൽ പോയോ? അവന് ഇതുവരെ ഉറക്കം ഉണർന്നിട്ടേ ഇല്ല.